ഇപ്പോൾ നിലായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനി ദഅവത്തുമായി പ്രസരണവുമായി കടന്നു വന്നപ്പോൾ പ്രവാചകരെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന ആളുകളിൽ 8ാമത്തെ വ്യക്തിയാണ്. ആദ്യം വിശ്വസിച്ചവരിൽ 8ാമത്തെ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതിൽ 10 പേരുണ്ട്, അത് വേറെ തന്നെ. 8 പേര് ആദ്യം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം കൊണ്ട് പ്രവാചകർ കൊണ്ട് വിശ്വസിച്ചു. ആ സമയത്ത് വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഈമാനുള്ളവരെ പറ്റുള്ളൂ. അതിൽ ഒന്നാമതായി വിശ്വസിച്ചാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ, മൂന്നാമതാണ് അലി റളിയല്ലാഹു അൻഹു, നാലാമത്തെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, പിന്നെ സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. 8ാമത്തെ വ്യക്തിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആള് നിസാരക്കാരനല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മളൊരു യാസീൻ ഇവിടുന്ന് തന്നെ ഓതിയത്. ആർക്കൊരു ബുദ്ധിമുട്ടായില്ലല്ലോ. അല്ലാഹു നമ്മളെ കബൂലാക്കും. മാത്രമല്ല സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയാണ്. سعد سعيد زبير طلحة وأبي عبيدة وابن عوف العاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف العاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികളിൽപ്പെട്ടവരാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇസ്ലാം മതം സ്വീകരിച്ചത് ആദ്യത്തെ 10 പേരിൽ 8ാമത്തെ വ്യക്തി അദ്ദേഹമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മഹദിയാകുന്ന സൈനബ ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, അതുപോലെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ഇവരുടെയൊക്കെ തന്നെ സഹോദരിമാരെ വിവാഹം ചെയ്യാൻ കൂടി തൗഫീക്ക് കിട്ടിയ ഒരു വ്യക്തിയാണ്. നബിയുടെ ഭാര്യമാരുടെ സഹോദരിമാരെ കൂടി വിവാഹം ചെയ്യാൻ കൂടി തൗഫീക്ക് കിട്ടിയ വ്യക്തിയാണ്. അങ്ങനെയും കൂടി ഒരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല ബദർ യുദ്ധവേള, ആ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ശത്രുപാളയത്തിൽ പോയി രഹസ്യമായ വിവരങ്ങൾ അന്വേഷിച്ച് വരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര് പോകുമെന്ന് ചോദിക്കുമ്പോൾ അന്ന് അങ്കുരീപരിമിതമായ ആളുകളാണുള്ളത്. ഹിജറയുടെ 2ാം വർഷമാണ്. മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന് 2 വർഷം കഴിയുമ്പോഴാണ് ബദർ യുദ്ധം നടക്കുന്നത്. ഞാൻ പോകാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ഒരേ ഒരു വ്യക്തി ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. ശത്രുക്കളുടെയിലേക്ക് പോയാൽ വധം ഉറപ്പാണ്. അവർ ചിലപ്പോൾ പിടിച്ച് കൊന്നു കളയും, ചിലപ്പോൾ നശിപ്പിച്ച് കളയും. പക്ഷേ എന്ത് എന്നാലും പ്രശ്നമില്ല, ഞാൻ പോകുമെന്ന് പറഞ്ഞ് അദ്ദേഹം തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ദുആ ചെയ്ത് കൊടുത്തു. അദ്ദേഹം പോയി തിരിച്ചു വന്ന സമയത്ത് ബദർ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. ശത്രുക്കൾ മറ്റൊരു ഭാഗത്തുകൂടി ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ശത്രുക്കളുടെ കാര്യങ്ങളൊക്കെ രഹസ്യമായ വിവരങ്ങൾ അന്വേഷിച്ച് ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ നബിയുടെ അടുക്കൽ വരികയും ചെയ്തു. ബദറിൽ പങ്കെടുത്തതാകുന്ന ബദരീങ്ങൾക്ക് കിട്ടുന്ന ശുഹദാക്കളുടെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വകച്ചു കൊടുക്കണം. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 3ാം ഖലീഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുമകനാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം എവിടെയായിരുന്നു? മദീനത്താണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നബിയുടെ മകളാകുന്ന ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ അവർ തീരെ വയ്യ. കാരണം ആ മകളെ വിവാഹം ചെയ്ത മരുമകനാണ് ആര്? മഹാനാകുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞു, മരുമകന് മകളെ നോക്കി, ഈ ഭാര്യയെ നോക്കി നീ ശുശ്രൂഷിച്ച് ഇവിടെ നിന്നാൽ മതി. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അന്ന് ഈ ഹോസ്പിറ്റൽ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഭാര്യയെ ശുശ്രൂഷിച്ച് യുദ്ധത്തിന് വരണ്ട, ഇതിന് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ആൾ തീരെ കുറവാണ് യുദ്ധത്തിന്. 313 പേരേ ഉള്ളൂ. പോകൽ അനിവാര്യമാണ്. പക്ഷേ ആ സമയത്തും ഭാര്യയെ ശുശ്രൂഷിച്ച് നിലകൊള്ളുവാൻ വേണ്ടി പ്രവാചകൻ പറയുകയും അതിൻ്റെ കാരണത്താൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭാര്യയെ ശുശ്രൂഷിച്ചുകൊണ്ട്, പ്രവാചകൻ്റെ മകളെ ശുശ്രൂഷിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ നിൽക്കുകയും യുദ്ധത്തിന് പോകാതിരിക്കുകയും ചെയ്തു. വന്ന് യുദ്ധം കഴിഞ്ഞ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും ഉൾപ്പെടുത്തി, ഈ പറഞ്ഞതാകുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു ഉൾപ്പെടുത്തിയതുപോലെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല ഇവർ ബദറിൽ. ഹിജറയുടെ 2ാം വർഷം. ഇവർ പങ്കെടുക്കാതിരുന്ന കാരണം എന്തുകൊണ്ടാണ്? ഇവർ നേരെ പ്രവാചകരുടെ വാക്ക് മാനിച്ചുകൊണ്ട് മക്കയിൽ പോയി ശത്രുപാളയത്തിൽ പോയി രഹസ്യം വരെ അന്വേഷിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ് കാരണം മറ്റൊന്നുമല്ല, ഇവർ ഭാര്യയെ ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊണ്ട കാരണം. തിരിച്ച് നബി തങ്ങൾ സന്തോഷിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ ആളുകൾ പ്രത്യേകിച്ച് വരുമ്പോൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ വേറെ മരണവാർത്ത നോക്കണം. ഒരു വിജയം ഉണ്ടാകും, എന്നാൽ അതിൻ്റെ കൂടെ ഒരു സങ്കടം ഉണ്ടാകും. ഇതെപ്പോഴും ഒരു മുസ്ലിമിൻ്റെ അടയാളം. ഇത് മനസ്സിലാക്കണം. നമ്മളോർക്കും ബദർ വലിയ വിജയിച്ച ചരിത്രം മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ.
ബദറിന്റെ പിന്നിൽ പ്രവാചകർ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹ മരണപ്പെട്ട് ഖബറടക്കം കഴിഞ്ഞിട്ടുണ്ട്. നബി വല്ലാതെ വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുക. അപ്പോഴാണ് വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അത്രയേറെ ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു എന്ന് സ്വഹാബത്ത് അപ്പോഴാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആരെ നിർത്തിയത്? ആ മരണ സമയത്ത് വേറെ ആരും വേണ്ടി വരുന്നില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർത്തി. പക്ഷേ അവരെയൊക്കെ എന്തിനെണ്ണിയിട്ടുണ്ട്? ബദരി. അതുകൊണ്ട് നമ്മൾ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് ബദരീങ്ങളുടെ പേരെണ്ണുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ പേരുണ്ടും. അതേപോലെ എണ്ണുന്നതാണ് ആരുടെ? ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഇവർ ബസറയിലേക്കാണ് ദീനി ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നവരാണ് ഇവരൊക്കെ. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇവരെയൊക്കെ ഇങ്ങോട്ടേക്ക് നയിക്കപ്പെടുന്നത്. ഇവരെല്ലാം ദീനി ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നവരാണ്. അവസാനം ഇവിടെ എത്തി ഹിജ്റയുടെ 36-ാമത്തെ വർഷത്തിൽ ജമൽ യുദ്ധവേളയിലാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. ഇവരും നമ്മളിനി ജുമാ നമസ്കരിക്കാൻ പോകുന്ന സ്ഥലം സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അവരൊക്കെ ജമൽ യുദ്ധത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് മരണപ്പെട്ടു പോയവരാണ്. ആ യുദ്ധവേളയിൽ അവർ ആ യുദ്ധത്തിനൊന്നും പങ്കെടുക്കുന്നില്ല. പക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സമയത്ത് പോലും അവരെയും കൂടി ആ സമയത്ത് കരിക്കലാക്കിക്കൊണ്ട് ആളുകൾ കൊന്നുകളഞ്ഞു. അള്ളാഹു അവർക്ക് ശ്രോതാക്കളുടെ പ്രതിഫലം കൊടുത്തു, ഉയർത്തട്ടെ. അവർ അള്ളാഹു സന്തോഷത്തിലാക്കി. ചുരുക്കത്തിൽ ഇസ്ലാമിൽ ഏറ്റവും സ്ഥാനപ്പെട്ടവനാകുന്ന മഹത്തുക്കളിൽ പ്രമുഖരായ ആളുകളാണ്. നബിതങ്ങളെ കൊണ്ട് 8ാമതായി ആദ്യം വിശ്വസിച്ച ആളുകളിൽ 10 പേരിൽ പ്രമുഖനായ വ്യക്തിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാഹ് ബസറയിൽ നമ്മൾ കിലോമീറ്റർ താണ്ടി ഈ പുണ്യ നഗരത്തിൽ ഇവരെയൊക്കെ എത്തിയല്ലോ. അതിൻ്റെ വലിയ തൗഫീഖ് അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സിയാറത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിലാണ് അള്ളാഹു തൗഫീഖ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ